ദൈവം ഉദ്ധരിക്കുന്ന ദൈവം, ദൈവം വിടുവിക്കുന്ന ദൈവം, ദൈവം വീണ്ടെടുക്കുന്ന ദൈവം. അപ്പൊ ഉദ്ധാരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശരിയായ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇസ്രായേൽ ജനത്തെ ദൈവം ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടോ, ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചു. എവിടെ നിന്ന്? മിസ്രയീമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്. കേട്ടോ, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചത് അടിമവേല നിമിത്തമാണ്, ഊഴിയ വേല നിമിത്തമാണ്, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള പീഡനങ്ങൾ നിമിത്തമാണ് ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചത്. സങ്കീർത്തനത്തിന്റെ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു ദൈവവൈതലിനെ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു, ദൈവമുഖത്തേക്ക് നോക്കി, ദൈവം അവരെ ഉദ്ധരിച്ചു. ദൈവം അവരെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അവരെ മോചിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് ദൈവം ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നത്? ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പുതിയ തുടക്കങ്ങൾ അവന്റെ മുൻപിൽ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ദൂതൻ ഞാൻ പറയാം, ദൈവം നിന്നെ മോചിപ്പിക്കുന്നുണ്ടെങ്കിൽ ശത്രു ഒരുക്കിയ കെണികളിൽ നിന്ന്, ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന്, അവന്റെ ആയുധങ്ങളിൽ നിന്ന് നിന്നിലൂടെ സംരക്ഷിക്കാൻ ശത്രു ഒരുക്കിയ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നിന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നിൽ മറ്റൊരു തുടക്കം കുറിക്കാറുണ്ടെന്നാണ്. നിന്നിൽ മറ്റൊരു തുടക്കം കുറിക്കാറുണ്ടെന്നുള്ളതാണ്. ഇന്ന് വരെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവസാനിച്ചെന്ന് നീ കരുതുന്നിടത്ത് ദൈവം ഒരു മോചനത്തിന്റെ വഴിയൊരുക്കിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനെ വിളിച്ചു പറയുന്നു, ചില തുടക്കങ്ങൾ കുറിക്കാൻ, ചില തുടക്കങ്ങൾ കുറിക്കാൻ, പുതിയ ജീവിതത്തിലേക്ക്, പുതിയ നന്മയിലേക്ക്, പുതിയ അനുഗ്രഹത്തിലേക്ക് ദൈവ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് പകൽക്കാലം പരിശുദ്ധത പറയുന്നു, ചില കുടുംബങ്ങളിൽ ഉദ്ധാരണം നടക്ക്, ചില കുടുംബങ്ങളിൽ മോചനം നടക്ക്. ശത്രുവിന്റെ യുദ്ധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, അവന്റെ ഇഷ്ടത്തിന്, അവന്റെ പദ്ധതികൾ കേൾപ്പിച്ചു കൊടുക്കാതെ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ, ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ഉദ്ധാരണം നടക്ക്. ചില പുതിയ തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ചിലരിൽ ഉദ്ധാരണം നടത്തുമെന്ന്. ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരും, ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരും.